എങ്ങനെയാണ് വെബ്സൈറ്റ് ഉപയോഗിച്ച് ഇലക്ഷൻ കമ്മീഷന്റെ ഇലക്ട്രൽ സെർച്ച് .eci.gov.in എന്ന വെബ്സൈറ്റ് ഉപയോഗിച്ച് എങ്ങനെ അവനവൻ്റെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്ന് എങ്ങനെ തിരയാം എന്നുള്ളതിൻ്റെ ഒരു വിശദ വിവരങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. മഹേഷ് പോലൂരിലേക്ക് പോകാം. മഹേഷ് ഉണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. മഹേഷ്, നമുക്ക് ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ 3 ഓപ്ഷൻ വഴി ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാം. എപ്പിക് നമ്പർ ഉപയോഗിച്ച് കടക്കാം. ഒപ്പം സെർച്ച് ബൈ ഡീറ്റെയിൽസ് ഉണ്ട്, സെർച്ച് ബൈ മൊബൈൽ ഉണ്ട്. ഞാൻ എൻ്റെ എപ്പിക് നമ്പർ ഉപയോഗിച്ച് അതിനകത്ത് തിരഞ്ഞു. എൻ്റെ പേരുണ്ട്, ഞാൻ കരുത്ത് തെളിയിച്ചു. മഹേഷിൻ്റെ പേര് അതിനകത്ത് ഉണ്ടോ തെരഞ്ഞോ? എന്തൊക്കെ വഴികളുണ്ട് നിലവിൽ വോട്ടർമാർക്ക്? സൈഫ്, എന്തായാലും ഒരു ഭാഗ്യ പരീക്ഷണത്തിന് മുതിരാം. എന്തായാലും അതുവഴി നമുക്ക് എങ്ങനെ സെർച്ച് ചെയ്യാം, അനായാസമായി പേര് പട്ടികയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക എന്ന് കൂടി നോക്കാം. വളരെ പെട്ടെന്ന് നോക്കാം. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഹാങ് ആയ പ്രേക്ഷകർ ക്ഷമിക്കണം. ഈ കേസിൽ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് കാണുന്നത്. ഇലക്ട്രോറൽ സെർച്ച് .eci.gov.in എന്ന് പറയുന്ന ഈ വെബ്സൈറ്റ് നമ്മൾ ഓൺ ചെയ്യുന്നു. നേരത്തെ സൈഫുദ്ദീൻ പറഞ്ഞതുപോലെ തന്നെ 3 ഓപ്ഷൻ അതിനകത്തുണ്ട്. ഒന്ന് സെർച്ച് ബൈ എപ്പിക് ഉണ്ട്. എപ്പിക് നമ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ അനായാസം നമ്മൾ എപ്പിക് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം. ഒപ്പം തന്നെ ഈ കാണുന്ന നമ്പർ ഇതിൽ നൽകണം. അങ്ങനെയെങ്കിൽ വളരെ ഈസി ആയിട്ട് പറ്റും. മറ്റൊന്ന് മൊബൈൽ നമ്പർ വഴി സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ അത് OTP നമ്പറൊക്കെ തിരിച്ചു വരേണ്ടതുണ്ട്. അതുകൊണ്ട് അത് വന്നിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ സെർച്ച് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാൻ കുറച്ച് കടുപ്പമുള്ള വഴി തിരഞ്ഞെടുക്കുകയാണ് സൈഫു. സെർച്ച് ബൈ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഈ വഴി സെലക്ട് ചെയ്യുന്നു. ആദ്യം കേരളമാണ്, നമ്മുടെ സ്റ്റേറ്റ് കേരളം എന്നുള്ളത് ഓപ്റ്റ് ചെയ്യുന്നു. എൻ്റെ പേര് ടൈപ്പ് ചെയ്ത് നോക്കുവാണ്. മഹേഷ് VK എന്നാണ് അതിൽ എൻ്റെ പേരുള്ളത്. അത് ടൈപ്പ് ചെയ്യുന്നു. ഡേറ്റ് ഓഫ് ബർത്ത് നൽകുന്നുണ്ട് സൈഫ് ഇതിനകത്ത്. ഡേറ്റ് ഓഫ് ബർത്ത് സ്വാഭാവികമായും നമ്മൾ ജനിച്ച വർഷം, മാസം അതിൽ ചേർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ അതിൽ നൽകേണ്ടതാണ്. ഞാൻ ജനിച്ച വർഷം സെലക്ട് ചെയ്തു, മാസം സെലക്ട് ചെയ്തു, ഡേറ്റും സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ എൻ്റെ റിലേറ്റീവിൻ്റെ അമ്മയുടെ പേരാണ് ആ സമയത്ത് കൊടുത്തിരുന്നത്. അപ്പം അമ്മയുടെ പേര് ഞാനതിൽ സെർച്ച് ചെയ്യുകയാണ്, നൽകുകയാണ്. അമ്മയുടെ പേര് അതിൽ നൽകുന്നു. ജെൻഡർ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അതിനകത്ത് വേണ്ട ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യണം. ഏത് ജില്ല എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഞാൻ കോഴിക്കോട് ജില്ലക്കാരനാണ്. എൻ്റെ നിയമസഭാ മണ്ഡലം സെർച്ച് ചെയ്യുന്നു. ഞാൻ എലത്തൂർ നിയമസഭാ മണ്ഡലമാണ്. കോഴിക്കോട് എലത്തൂർ നിയമസഭാ മണ്ഡലമാണ്. എലത്തൂർ മുകളിലാണ്, കുറ്റ്യാടിയല്ല, എലത്തൂർ. ഓക്കെ. അപ്പോൾ സേഫ്, ഇനിയിപ്പോൾ ഈ കാണുന്ന നമ്പർ, ഈ പറയുന്ന ഇതിനകത്ത് തെളിഞ്ഞു വരുന്ന കോഡ് നമ്മൾ അതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. യെസ്, നോക്കാം. ഒരുപക്ഷെ ഇല്ലെങ്കിൽ വീണ്ടും നമുക്ക് എങ്ങനെ ഇതിനപേക്ഷിക്കണം എന്ന് കൂടി നമുക്ക് നോക്കേണ്ടി വരും. എന്തായാലും അതിനുള്ളൊരു മുന്നൊരുക്കത്തോടു കൂടി തന്നെ ഞാൻ എന്തായാലും സെർച്ച് ചെയ്ത് നോക്കുകയാണ്. കന്നി സെർച്ച് ചെയ്ത് നോക്കുകയാണ്. 2 നമ്പർ കൂടി അടിക്കാനുണ്ട്. TC. ഓക്കെ. അപ്പോൾ സൈഫ് കൂടെ ഒന്ന് പ്രവർത്തിച്ചോളൂ. പേരുണ്ടോ എന്ന് നോക്കാം. യെസ്, ഉണ്ട്. മഹേഷ് VK എന്ന് പറയുന്ന നമ്പർ ഉണ്ട്. പോലൂർ ALP സ്കൂളിലാണ് എനിക്ക് വോട്ടുള്ളത്. അതിനകത്ത് എൻ്റെ ഡീറ്റെയിൽസ് നൽകുമ്പോൾ സ്വാഭാവികമായി ഇതാ എൻ്റെ പേര്, അമ്മയുടെ പേരുണ്ട്, എൻ്റെ എപ്പിക് നമ്പറുണ്ട്, ഡിസ്ട്രിക്റ്റ് ഉണ്ട്, എനിക്ക് വോട്ടുണ്ട്. അപ്പോൾ അത് വളരെ സിമ്പിളാണ്. അപ്പോൾ അനായാസമായി നോക്കാം. 2-3 വഴികളുണ്ട്. ആ 2-3 വഴികൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ എപ്പിക് നമ്പർ വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനകത്ത് നമ്മൾ മൊബൈൽ കണക്ട് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് OTP വരിക. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നൽകുകയും ചെയ്താൽ എപ്പിക് നമ്പർ വഴി നമുക്ക് സെർച്ച് ചെയ്യാം. മൊബൈൽ ഫോൺ വഴിയും നമുക്ക് സെർച്ച് ചെയ്യാം. മൊബൈൽ ഫോൺ നമ്പർ ഏത് നമ്പറാണ് നമ്മൾ നൽകിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ നൽകിക്കഴിഞ്ഞാൽ OTP വരും. അതുവഴി നൽകാം. ഡീറ്റെയിൽസ് നൽകിയാലും വരാം. സിമ്പിളാണ്. പക്ഷേ ഇന്ന് തന്നെ നോക്കുക. കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കണം. എന്തായാലും വോട്ടുണ്ട് സേഫു. യെസ്. അപ്പോൾ ഇലക്ടോറൽ സെർച്ച് .eci.gov.in എന്ന ഒരു ലിങ്കിലൂടെയാണ് അതിനുവേണ്ടി നിങ്ങളുടെ പേരുണ്ടോ വോട്ടർ പട്ടികയിൽ നിന്ന് തിരയുന്നതിന് വേണ്ടി, അറിയുന്നതിന് വേണ്ടി നിങ്ങൾ കയറേണ്ട വെബ്സൈറ്റിൻ്റെ ലിങ്ക് അതാണ്. ഇലക്ടോറൽ സെർച്ച് .eci.gov.in. അത് ആ ലിങ്കിൽ ഓപ്പൺ ചെയ്ത് അതിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ 3 ഓപ്ഷൻ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ടുണ്ടോ എന്നറിയാം. ഒന്ന് എപ്പിക് നമ്പർ ഉപയോഗിച്ച്, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉപയോഗിച്ച്, നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച്. അപ്പോൾ ഈ 3 വഴികൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് അതിനകത്തേക്ക് കയറിയാൽ നിങ്ങൾക്ക് വോട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താം. ഓരോരുത്തരും ഈ ലിങ്ക് ഉപയോഗിച്ച് വേഗത്തിൽ